ഗായ്സ്, ആവനീസ് വാക്യമിടെ സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസ് പറഞ്ഞുതരാം. അത് നമുക്ക് മലയാള സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഫസ്റ്റ് തന്നെ അവൻ പോയി. അവൻ എന്ന് പറയുമ്പോൾ ഹീ, പോയി എന്ന് പറയുമ്പോൾ ഗോ അല്ല, വെൻറ്റ്. ഗോ പോവുകയാണ്, പോയി എന്ന് പറയുമ്പോൾ വെൻറ്റ്. അപ്പോൾ ഹീ വെൻറ്റ്. അടുത്തത് അവൾ. അവൾ വന്നു. അവൾ എന്ന് പറയുമ്പോൾ ഷീ വന്നു. കെയിം. കം എന്ന് വെച്ചാൽ വരിക എന്നാണ്. വന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ കെയിം എന്ന് പറയാം. വന്നിരുന്നു. ഓക്കെ. അപ്പോൾ അവൾ വന്നു. ഷീ കെയിം. അടുത്തത് എനിക്ക് പുതിയ മൊബൈൽ കിട്ടി. എനിക്ക് കിട്ടി നമ്മൾ ഗെറ്റാണ് യൂസ് ചെയ്യുക. ഗെറ്റ് തെറ്റാണ്, പക്ഷേ ഗോട്ടാണ് ശരി. ഗെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക എന്നർത്ഥം. ഗോട്ട് എന്ന് വെച്ചാൽ കിട്ടിയിരുന്നു എന്നർത്ഥം. അപ്പോൾ ഐ ഗോട്ട് ന്യൂ മൊബൈൽ. പുതിയ മൊബൈൽ, ന്യൂ മൊബൈൽ. ഐ ഗോട്ട് ന്യൂ മൊബൈൽ. ഓക്കെ. അടുത്തതാണ് ഞാൻ അവനെ കണ്ടു. ഞാൻ അവനെ കണ്ടു എന്ന് പറയുമ്പോൾ കണ്ടു എന്ന് പറയുമ്പോൾ സി അല്ല, സോ. സി കാണുക എന്നാണ്. കണ്ടു എന്ന് പറയുകയാണെങ്കിൽ സോ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഐ സോ ഹിം. ഞാൻ അവനെ കണ്ടു. ഐ സോ ഹിം. അടുത്തത് എനിക്ക് അമ്മ 100 രൂപ തന്നു. എനിക്ക് മദർ ഗേവ് മീ 100 rupees. മദർ, അമ്മ. ഗേവ് എന്ന് വെച്ചാൽ തന്നിരുന്നു എന്നാണ് അർത്ഥം. ഗീവ് എന്ന് വെച്ചാൽ തരുക, അങ്ങനെയാണ് അർത്ഥം. അപ്പോൾ മദർ ഗേവ് മീ 100 rupees. അമ്മ എനിക്ക് 100 രൂപ തന്നു. ഞാൻ ചോക്ലേറ്റ് വാങ്ങി. വാങ്ങി. നമ്മൾ ബൈ ആണ് യൂസ് ചെയ്യുക. ബൈ വാങ്ങുക എന്നാണ്. ബോട്ടാണ് വാങ്ങിയിരുന്നു എന്ന അർത്ഥം. അപ്പോൾ ഐ ബോട്ട് ചോക്ലേറ്റ് ആണ് വാങ്ങിയത്. അപ്പോൾ ഐ ബോട്ട് ചോക്ലേറ്റ്. അടുത്തത് മനു വന്നു. നമ്മൾ നേരത്തെ വന്നു എന്ന് പറയുന്നത് കെയിം ആണ് യൂസ് ചെയ്തത്. അപ്പം മനു കെയിം. അടുത്തത് ഞാൻ നിൻ്റെ നമ്പർ കൊടുത്തു. കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്തത് ഗേവ് ആണ്. അപ്പോൾ ഐ ഗേവ് നിൻ്റെ. ഐ ഗേവ് യുവർ നമ്പർ. അടുത്തതാണ് അദ്ദേഹം വീട്ടിൽ പോയി. അദ്ദേഹം അല്ലെങ്കിൽ അവൻ എന്നൊക്കെ യൂസ് ചെയ്യാൻ ഹീ ആണ് നമ്മൾ യൂസ് ചെയ്യുക. വീട്ടിൽ പോയി. ഹി വെൻറ്റ് ടു ദി ഹൗസ്. പോയി വെൻറ്റ് ആണ്. അടുത്തത് അവൾ പോയി. ഷീ വെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അവൾ പോയി. അങ്ങനെയാണെങ്കിൽ അവർ ഗൾഫിൽ പോയി എന്ന് പറയുകയാണെങ്കിൽ ദേ വെൻറ്റ് ടു ദി ഗൾഫ്. അവരെവിടെയാണ് പോയത്? ഗൾഫിൽ. അപ്പോൾ ദേ വെൻറ്റ് ടു ദി ഗൾഫ്. താങ്ക് യു.